ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്ന ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. 5 to 6 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 5 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്ത്, 1.5 മീറ്റർ സാറ്റിൻ, 1.25 മീറ്റർ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഫ്രണ്ട് ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ 5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത്തിരി വണ്ണമുള്ള മക്കളാണെങ്കിൽ 5.5 എടുക്കാം, 1 ഇഞ്ച് കൂട്ടിയെടുക്കാം. ഷോൾഡർ ആം ഹോൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 5 മതിയാവും. ആം ഹോള് ഞാൻ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് 6.25 എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട്, വേസ്റ്റ് ഭാഗം 6 ഇഞ്ച്, 1 ഇഞ്ച് സീം അലവൻസ് ഇടുക. 2 ഭാഗം യോജിപ്പിക്കുക. ലെങ്ത്ത്, ഇതിൻ്റെ യോക്ക് ലെങ്ത്ത് 10.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. 5 to 6 വയസ്സുള്ള മക്കൾക്ക് 10.5 ഇഞ്ച് സീം അലവൻസ് അടക്കമാണ് 10.5 ഇഞ്ച് എടുത്തത്. 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത് ഷേപ്പ് കൊടുക്കുക. മഞ്ഞ ചോക്ക് കൊണ്ടായതുകൊണ്ടാണ് ലൈനൊന്നും കാണാത്തത്. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് ലെങ്ത്ത്, 2 ഇഞ്ച് വൈഡ്. രണ്ടേ മുക്കാൽ മതിയാവും. തടിയുള്ള കുട്ടികൾ ആണെങ്കിൽ ഒരു 2.25 ഇഞ്ച് വൈഡ് എടുക്കാം. ഫ്രണ്ട് ആം ഹോള് വേണമെങ്കിൽ കുഴിച്ച് കട്ട് ചെയ്യാൻ ഞാനിവിടെ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആം ഹോൾ കട്ട് ചെയ്യാം. ഫ്രണ്ട് ഭാഗം മാത്രം 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. അതുപോലെ ബാക്ക് ഭാഗം 1/2 ഇഞ്ച് പുറകിലോട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. 1/2 ഇഞ്ച് ബാക്ക് ഓപ്പൺ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള സീം അലവൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിനൊക്കെ ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. സൈഡ് 2 തന്നെയാണ്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ കട്ട് ചെയ്യും. 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. തിരിച്ച് കട്ട് ചെയ്യും. അഞ്ച് to 6 വയസ്സുള്ള മക്കൾക്ക് കറക്റ്റായിരിക്കും ഈ അളവിൽ തയ്ച്ചാൽ. ബാക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിടും. ഞാൻ ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ ആദ്യം ഇത് കാണിച്ചത്. സാറ്റിൻ തുണി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് അതേ യോക്കിൻ്റെ അതേ ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്.
ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഞാൻ ഒരുപോലെ കട്ട് ചെയ്യുന്നില്ല, അതായത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ സാറ്റിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഇതുപോലെ സീം അലവൻസ് കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് വരും തയ്ച്ച് വരുമ്പോൾ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. തയ്ച്ച് വന്നിട്ട് നമുക്കത് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. അതുപോലെ സാറ്റിൻ ക്ലോത്തിൻ്റെ മുകളിൽ ഞാൻ ആദ്യം നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച് ആദ്യം തയ്ച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ചെയ്യുക, അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബാക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം. ബാക്കിൽ മുമ്പിൽ ഞാൻ ഇതുപോലെ സാറ്റിൻ്റെ തുണിമേൽ നെറ്റ് ക്ലോത്ത് വെച്ച് തയ്ച്ച് വെച്ചിട്ട് എടുത്തതാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് നോക്കുക. നല്ല പീസിൻ്റെ മുകളിൽ സിബ് മറിച്ചിട്ട് വെച്ചു, ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് സിബിൻ്റെ ഭാഗവും ഈ നെക്കിൻ്റെ ഭാഗവും തയ്ച്ചെടുക്കുക ആദ്യം. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ ഭാഗം ബാക്കിലും മുമ്പിലൊന്നും സീം കാണില്ല. അതുപോലെ തന്നെ മറുവശവും തയ്ക്കും. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും, അതായത് സ്റ്റിച്ചിങ് അറിയാവുന്നവരും ഫ്രോക്ക് തയ്ക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇതുപോലെയല്ല അതുപോലെ ആണെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു തരണേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് മൈക്കൊന്നുമില്ല, അതിൻ്റേതായ പാകപ്പിഴവുകളുണ്ട്, ക്ഷമിക്കുക എല്ലാവരും. ഇത് മനസ്സിലായില്ലേ? ഫ്രണ്ട് ഭാഗം ഞാൻ തയ്ച്ചെടുത്തപ്പോൾ ബാക്ക് ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്ത് ഫ്രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് നല്ല ഭാഗവും വെച്ചിട്ടാണ്, അതായത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് ബാക്ക് ഭാഗം കയറ്റി കൊടുത്തിട്ട് ഇതിങ്ങനെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വരുമ്പോൾ സീം അലവൻസ് ഒന്നും പുറത്ത് കാണില്ല. ഇനി നെക്കിൻ്റെ അരികു ഭാഗം വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി. അതുപോലെ ആം ഹോളിൻ്റെ അരികുവശവും അരികത്തൂടെ തയ്ച്ചെടുക്കണം. തയ്ച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യാണ്.
ഈ സ്കേർട്ടിൻ്റെ കട്ടിങ്ങാണ്. 1.5 മീറ്ററിൽ ഞാൻ 1/4 ഭാഗം യോക്ക് ഭാഗത്തിനെടുത്തല്ലോ, ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ സ്കേർട്ടിന് കട്ട് ചെയ്യുന്നുണ്ട്. 34 ഇഞ്ച് ലെങ്ത് ഉണ്ട്. മടക്കിയിടും, 4 ഭാഗമായിട്ട് മടക്കിയിടും. ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചാനൽ തുടങ്ങിയിട്ട് 2 മാസം ആയതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. ഈ യോക്ക് ഭാഗം ഇതുപോലെ നമുക്ക് 4/1 ഭാഗം വെച്ചിട്ട് അളവിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ യോക്ക് ഭാഗം കോർണറിൽ വെച്ചിട്ട് അളവിട്ട് കട്ട് ചെയ്യാം. ഞാൻ 16.5 ഇഞ്ചാണ് സീം അലവൻസ് എടുക്കുന്നത് ലെങ്ത്ത്. അതായത് യോക്ക് ഭാഗം കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് 16.5 ഇഞ്ച് വെച്ച് വട്ടത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നൊക്കെ കുത്തി വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ തുണി നീങ്ങിപ്പോകുന്നതുകൊണ്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി അധികമായിട്ടുണ്ട്, കാരണം എൻ്റെ തുണി ലേശം നീങ്ങിപ്പോയിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ. അത് കുഴപ്പമില്ല, ഞെറിയിട്ട് കൊടുത്താൽ മതി. ചെറിയ ഞെറിയിട്ട് അളവ് കറക്റ്റ് വയ്ക്കാൻ മതി. ഞാൻ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അത് സാറ്റിൻ തുണി കട്ട് ചെയ്തതിൻ്റെ 2 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ചുരുക്കിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ കമ്മീസിനെ ചുരുക്കിടുന്ന പോലെ ചുരുക്കിട്ട് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന്. നെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ 5 മീറ്ററാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. 5 മീറ്ററിൽ ഞാൻ യോക്കിന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. യോക്കിന് അതായത് 1/4 മീറ്ററോളം യോക്കിന് എടുത്തിട്ടുണ്ട്. 2 ഭാഗത്തേക്കായിട്ട് ബാക്കിലും മുമ്പിലേക്ക് യോക്കിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ 4 പീസാക്കി കട്ട് ചെയ്തു. 2 പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്ത്, അതായത് 2 ലെയറായിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞെറിയിട്ട് കറക്റ്റ് അളവിലെടുത്തതാണ്. സാറ്റിൻ തുണി അതുപോലെ ഞെറിയിട്ടെടുത്ത്, ലൈനിങ് തുണി അതുപോലെ ഞെറിയിട്ടെടുത്ത്. ഈ 3 ക്ലോത്തും കൂടെ ജോയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ വട്ടത്തിലാണ് എല്ലാം എടുത്തത്, തയ്ച്ചെടുത്തത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എൻ്റെ മോൾക്ക് ഇത് ഫുൾ ഫ്രോക്കായിട്ടുണ്ട്. ഫുള്ള് എന്ന് വെച്ചാൽ കാലിൻ്റെ അടി വരെയില്ല, എന്നാലും അത്യാവശ്യം ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് 2 പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തതാണ്. അത് ഫുൾ ലെങ്തായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
നെറ്റിൻ്റെ ഫുള്ളായിട്ട് വേണം, എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതിന് നോക്കി അനുസരിച്ചിട്ട് വേണം നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാൻ. ഇനിയിപ്പോൾ ഫുള്ളില്ലെങ്കിലും ഒരു 1/4 ഭാഗമെങ്കിലും മുട്ടിൻ്റെ താഴെ വരെ എന്തായാലും കിട്ടും. നീളമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തു. ബാക്കി വരുന്ന ഈ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ മതി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ ലൈനിങ്ങും നെറ്റിതാ. ഫൈനലി ഇങ്ങനെ കിട്ടിയതാ. അതുപോലെ ഞാനത് സോറി കേട്ടോ, അതിൻ്റെ മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ബാക്കിലൊരു കെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. ഫൈനലി ഇതുപോലൊരു ഫ്ലവർ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ സാറ്റിൻ തുണിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അത് ചെയ്തത്. ഞാൻ ഈ ഉടുപ്പിൽ ഈ ബട്ടൺസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ. എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.